എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ ദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആൻ അർത്ഥത്തോടുകൂടി പാരായണം ചെയ്യുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മഫിദ ചാലശ്ശേരി. ഞാൻ ദിയ ആമിന. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ 332 സൂറ ഹജ്ജിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. ഹേ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുവിൻ. നിശ്ചയമായും അന്ത്യസമയത്തിലെ ലോകാവസാന ഘട്ടത്തിലെ പ്രകമ്പനം വമ്പിച്ച ഒരു കാര്യമത്രേ. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നിങ്ങൾ അത് കാണുന്ന ദിവസം മുല കൊടുക്കുന്ന ഓരോ സ്ത്രീയും അവൾ മുല കൊടുക്കുന്ന ശിശുവിനെ കുറിച്ച് അശ്രദ്ധയിലായിത്തീരും. ഗർഭവതിയായ ഓരോ സ്ത്രീയും അവളുടെ ഗർഭം പ്രസവിച്ചു പോവുകയും ചെയ്യുന്നതാണ്. ജനങ്ങളെ മത്തന്മാരായി നിനക്ക് കാണാം. വാസ്തവത്തിൽ അവർ മത്തന്മാരെയല്ല, പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമത്രേ. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരശീലനായ എല്ലാതരം പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട്. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. തന്നെ ആർ കാര്യകർത്താവാക്കിയോ അവനെ വഴിപിഴപ്പിക്കുകയും ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണെന്ന് അവന് പിശാചിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിൽ മാറ്റം വരികയില്ല. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم. ഹേ മനുഷ്യരെ, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. നിശ്ചയമായും നിങ്ങളെ നാം മണ്ണിൽ നിന്നും, പിന്നീട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, പിന്നെ രക്തപിണ്ഡത്തിൽ നിന്നും, പിന്നീട് ശരിയായ രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടിമാഹാത്മ്യം വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. നാം ഉദ്ദേശിക്കുന്നതിനെ നിർണയിക്കപ്പെട്ട ഒരവധി വരെ ഗർഭാശയങ്ങളിൽ നാം താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ ശിശുക്കളായി നാം പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണദശ പ്രാപിക്കും വരെയും വളർത്തിക്കൊണ്ടുവരുന്നു. നിങ്ങളിൽ നേരത്തെ മരണമടയുന്നവരുണ്ട്. അറിവുണ്ടായിരുന്നതിന് ശേഷം അത് നഷ്ടപ്പെട്ട് യാതൊന്നും അറിയാതായിത്തീരുമാറ് ആയുസ്സിന്റെ ഏറ്റവും ദുർബലാവസ്ഥ വരേക്കും ഒഴിവാക്കി വിടപ്പെടുന്നവരുമുണ്ട്. وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഭൂമി വരണ്ടു കിടക്കുന്നതായി നീ കാണുന്നു. എന്നിട്ട് അതിന്മേൽ നാം മഴവെള്ളം ഇറക്കിയാൽ അത് ചൈതന്യം പൂണ്ട് സ്ഫുരിച്ചു വരികയും ചീർക്കുകയും ചെയ്യുന്നു. കൗതുകമുള്ള എല്ലാ സസ്യനകളെയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.